മയൂർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 സൂര്യൻ മേടരാശിയിലേക്ക് സംക്രമിക്കും. 2025 മെയ് 15 12:12 വരെ മേടരാശിയിൽ തുടരും. ശനിയും ശുക്രനും രാഹുവും മീനം രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ മീനം രാശിയിലും മെയ് 7 ശേഷം മേടം രാശിയിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ മേടമാസം അവസാനം മെയ് 14 രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കും. ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ മേടമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു. സൂര്യന്റെയും ബുധന്റെയും ശനിയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ബുധന്റെ നീചരാശി സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മേടമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത്. ശേഷം മാസഫലം പറയുന്നതാണ്. മേടം 12 കാതുകുത്തുന്നതിന് ഉത്തമമാണ്. മേടം 11 31 കുട്ടികൾക്ക് വയമ്പ് ആദ്യമായി കൊടുക്കുന്നതിനും പേരിടുന്നതിനും മേടം 12 17 എന്നീ തീയതികളും മേടം 12 31 കട്ടിള വയ്ക്കാനും ഉത്തമമാണ്. മേടം 12 17 എന്നീ തീയതികൾ വിദ്യാരംഭത്തിന് ഉത്തമമാണ്. കണ്ണെഴുത്തിന് മേടം 11 തീയതിയും കച്ചവടം തുടങ്ങാൻ മേടം 11 12 17 19 എന്നീ തീയതികളും ഗൃഹപ്രവേശനത്തിന് മേടം 11 17 എന്നീ തീയതികളും കൃഷി ആരംഭിക്കാൻ മേടം 17 തീയതിയും ഉത്തമമാണ്. വിവാഹത്തിനായി മേടം 12 17 എന്നീ തീയതികളും ഉത്തമമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ്. ഇനി ഓരോ രാശിക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അതിലാദ്യമായി മേടം രാശിക്കാർ. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രപാദത്തിൽ ജനിച്ചവർ. ശുക്രന്റെ 12ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ധാരാളം ധനഭാഗ്യം ഇവർക്കുണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നും ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇവർക്ക് ഇടയാകും. ശുക്രസ്ഥിതി പരിഗണിക്കുമ്പോൾ വസ്ത്രസംബന്ധിയായി ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായ കാലഘട്ടമല്ല. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. നേതൃസ്ഥാനത്തേക്ക് ഉയരാനുള്ള യോഗമുണ്ടാകും. അമിത ജോലിഭാരവും കഠിനാധ്വാനവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകും. ബുധൻ നിലവിൽ തന്റെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും. എന്നാൽ മെയ് 7 തീയതിക്ക് ശേഷം ബുധൻ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല. ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും, എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ്. പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ്. പൊതുമേഖലയിലും IT മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണിത്. ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥകളും വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും.
ഇവർക്ക് സൂര്യന്റെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല. അനാവശ്യമായി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായും യാത്രാക്ലേശം അനുഭവിക്കേണ്ടതായും വരും. പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും. എന്നാൽ ആചാരസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ്. കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും. ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും. കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. നിലവിൽ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ കൂടാതെ പനി, ഉദരരോഗം മുതലായ അസുഖങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ്. ഇവർ മേടമാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ്. ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങളോ പലവിധേനയുള്ള രോഗദുരിതങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യത കൂടുതലാണ്. പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം. മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും. പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുന്നതാണ്. എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി 3ലേക്ക് സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. മേടമാസത്തിന്റെ അവസാനത്തോടെ വ്യാഴസ്ഥിതി അനുകൂലമല്ലാതാകും. അതിനാൽ തന്നെ ഇവർക്ക് പലവിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും. കൂടാതെ ജോലിയിൽ സ്ഥാനഭ്രംശവും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിഘ്നവും ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിനായി ഇവർ നന്നെ ബുദ്ധിമുട്ടും. രാശിമാറ്റ ശേഷം ശനിയുടെ 12-ാമത്തെ ഭാവസ്ഥിതി അത്ര ഗുണകരമല്ല. ഇവർക്ക് പലവിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥയും പലവിധേനയുള്ള ചിലവുകളും വന്നു ഭവിക്കുന്നതാണ്. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് അപരിചിതർക്ക്. ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുന്നതും എള്ളു പായസം കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. മേടം 10-ന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ്. അടുത്തതായി ഇടവം രാശിക്കാർ. കാർത്തികയുടെ 2, 3, 4 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, രോഹിണി നക്ഷത്രം, മകീരത്തിന്റെ 1, 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ. ശുക്രൻ മേടമാസത്തിൽ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണ്. കൂടാതെ ശനി കൂടി ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ്. കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. എന്നിരുന്നാലും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവർക്ക് പ്രണയ സാഫല്യവും ഉണ്ടാകും. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും. എന്നാൽ ബുധന്റെയും സൂര്യന്റെയും സ്ഥിതി നിമിത്തം ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. നിലവിൽ ഇവർക്ക് ബുധൻ ഏറ്റവും അനുകൂല സ്ഥാനമായ 11-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെപ്പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ്. കുട്ടികൾക്ക് പുതിയ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. എന്നാൽ മെയ് 7-ാം തീയതിക്ക് ശേഷം ബുധൻ 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല. ബുധൻ 24-ാം തീയതിയോടുകൂടി തന്റെ 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ആയതിനാൽ പലവിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും. ഇടവക്കൂറുകാർക്ക് സൂര്യൻ 12-ൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും പ്രേമ സംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ.
കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും. കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് നൂതന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും. ഇവർക്ക് മേടമാസത്തിൽ കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. തന്റെ വീട്, ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം. ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അത്യുത്തമമാണ്. അതിനാൽ തന്നെ കള്ളന്മാരിൽ നിന്ന് പോലും ഇവർക്ക് ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ്. പോലീസ്, പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ്. ഉപാസന, ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും. ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികൾ നിമിത്തമോ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ്. ഇവർക്ക് മേടമാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ്. കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതുമാണ്. ചൊവ്വയുടെ രാശിസ്ഥിതി ഇവർക്ക് ഏറെ അനുകൂലമാണ്. കുട്ടികൾ നിമിത്തം ധനലാഭത്തിന് സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ കൈവശം വരുന്നതിനും സാധ്യതയുള്ള മാസമാണ് മേടമാസം. ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ഇടയാകും. വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ മേടമാസത്തിൽ സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ ഇടയാകും. നിലവിൽ ഇവർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉടലെടുക്കുന്നതാണ്. ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം. കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും നേരിട്ടേക്കാം. ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം ഉണ്ടായേക്കാം. കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ്. കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും. തൊഴിൽ സംബന്ധിയായി പല വിധേനയുള്ള കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി 2ലേക്ക് സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തന്നെ ശത്രുശല്യം കുറയുകയോ വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാനും അനുകൂലമായ കാലഘട്ടമാണ്. കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുന്നതാണ്. നിലവിൽ ശനി 11-ാം ഇടത്ത് നിൽക്കുന്നതിനാലും 11-ാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാലും ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും ഉണ്ടാകും. ശത്രുശല്യം ഒരൽപ്പം കുറഞ്ഞിരിക്കും. കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതുമാണ്. കൂടാതെ അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് മേടമാസം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ്. ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ലഭിക്കുന്നതാണ്. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. എന്നാൽ ഇവരുടെ ഇടത്തെ ചെവിക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല. ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. മേടം 10-ന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ്. അടുത്തതായി മിഥുനം രാശിക്കാർ. മകീരത്തിന്റെ 3, 4 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, തിരുവാതിര നക്ഷത്രം, പുണർദത്തിന്റെ 1, 2, 3 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ.
മേടമാസത്തിൽ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ്. സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും. തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ്. മദ്യപാനം, പുകവലി, ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മേടമാസം അനുകൂലമാണ്. സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ 11ൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്കേറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ്. ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. ഇവരുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെടുന്നതാണ്. ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും. എന്നാൽ മിഥുനക്കൂറുകാർക്ക് ശുക്രന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല. ആരോട് എന്ത് സംസാരിച്ചാലും അവർക്ക് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പലവിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും. താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെപ്പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുതിരുന്നത് നല്ലതല്ല. ആതുര ശുശ്രൂഷ രംഗത്തും ബഹുജന സമ്പർക്കത്തിലുള്ളവർക്കും മെഡിക്കൽ, നഴ്സിംഗ്, IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. വിവാഹവും പ്രണയവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. സ്ത്രീകളുമായി വഴക്കിന് പോകുന്നത് അപമാനത്തിന് ഇടയായേക്കും. നിലവിലെ ബുധന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. കുട്ടികൾ പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എന്നാൽ മെയ് 7ാം തീയതിക്ക് ശേഷം ബുധൻ 11ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ്. അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിനും ഇടയാകും. ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും അനുകൂല സമയമാണ്. ശുക്രൻ അനുകൂലമല്ലാത്തതിനാൽ വിവാഹം അല്പം കൂടി നീണ്ടുപോയേക്കാം. മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂല സമയമാണ്. കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാനും നല്ല സമയമാണ്. ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ തന്നെ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. അതിനാൽ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ്. ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. മേടമാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ്. അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും രോഗസംശയം തോന്നിയാൽ ഉടനെ ചികിത്സ തേടേണ്ടതും പുതിയ ജീവിതശൈലി സ്വീകരിക്കേണ്ടതുമാണ്. നിലവിൽ ഇവർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തന്നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ച് കാണുന്നതിന് ഇടയാകാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർ തന്റെ നാക്കുപിഴ മൂലം അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഗുണപ്രദമല്ല. വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവരുടെ മനസ്സിൽ തെറ്റായ പല ചിന്തകളും ഉടലെടുക്കുന്നതാണ്. ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം. കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും നേരിട്ടേക്കാം. കൂടാതെ മറ്റുള്ളവരോട് അനാവശ്യമായി കലഹിക്കുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടും. അതിനാൽ കലഹത്തിൽ നിന്നെല്ലാം മേടമാസം കഴിയുന്നതും മാറി നിൽക്കേണ്ടതാണ്. അത്തരം മാറി നിൽക്കൽ ഒരു തോൽവിയായി കണക്കാക്കേണ്ടതില്ല. കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും. നിലവിലെ ശനിയുടെ 10ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും. തന്റെ ജോലിയിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും.
എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പലവിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകുന്നതാണ്. കണ്ടകശനിക്കാലമാണ് ആയതിനാൽ തൊഴിൽ, വ്യവസായം, പൊതുജീവിതം ഇവയെ ബാധിക്കും. രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയ സാധ്യത കൂടുതലാണ്. അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റവും ദുഷ്കീർത്തിയും സംഭവിക്കും. പുതുസംരംഭങ്ങൾ എളുപ്പം പൂർത്തിയാക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. എന്നാൽ ശനി 10-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തി ഇവർക്ക് തോന്നുന്നതാണ്. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മേടം 10-ന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ്. അടുത്തതായി കർക്കിടകം രാശിക്കാർ. പുണർദത്തിന്റെ 4-ാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. സൂര്യൻ 10-ാം ഇടത്ത് നിൽക്കുമ്പോൾ അധികമായ ജയം, സ്ഥാനപ്രാപ്തി, കർമ്മസിദ്ധി ഇവയും സൂര്യന്റെ 10-ാം ഭാവത്തിലെ സ്ഥിതി ഇവർക്കേറെ ശ്രേഷ്ഠവുമാണ്. അതിനാൽ തന്നെ PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും. വീട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ മികച്ച സമയമാണിത്. ശുക്രൻ ഭാഗ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ്. ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ്. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹത്തിനും മറ്റും മേടമാസത്തിൽ കുറവുണ്ടാകുന്നതുമാണ്. നിലവിൽ ബുധൻ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബുധന്റെ 9-ലെ സ്ഥിതി അത്ര ഗുണകരമല്ല. മെയ് 7 വരെയുള്ള കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകുന്നതിനും ഇടയാകും. എന്നാൽ മെയ് 7-ാം തീയതിക്ക് ശേഷം ബുധൻ 10-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ്. ബുധന്റെ 10-ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും. പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകുന്നതുമാണ്. ശുക്രൻ കൂടി അനുകൂലമായതിനാൽ മെയ് 7-നു ശേഷം വിവാഹത്തിന് അനുകൂലമാണ്. കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും. ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ്. ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്കും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട്, അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. വ്യാഴം 11-ാം ഇടത്ത് നിൽക്കുന്ന കാലം സ്ഥാനലാഭവും ആരോഗ്യവും ധനസമൃദ്ധിയും ഫലമാകുന്നു. നിലവിൽ വ്യാഴം ഇടവം രാശിയിൽ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദര സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും. വ്യാഴത്തിന്റെ 11-ലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ്. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാൻ ഇടയാകും. കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യാനുഭവങ്ങൾ കൈവരികയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെയായും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ
പുതിയൊരു വരുമാന മാർഗത്തിനായി വളരെ വേഗം പരിശ്രമിക്കുക. അപ്രകാരം ചെയ്താൽ വ്യാഴമാറ്റമായതിനാൽ മെയ് 14 മുൻപ് ഒരുപക്ഷെ അതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി 12ലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല. മേടമാസത്തിന്റെ അവസാനം ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തന്നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ച് കാണുന്നതിന് ഇടയാകുകയും ചെയ്യും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർ തന്റെ നാക്കുപിഴ മൂലം അപമാനമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും വിപരീത ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ അയവുണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത 2.5 വർഷക്കാലം തുടരേണ്ടതാണ്. കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുമാണ്. ശനി 9ാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക. പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും. കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ പ്രസ്തുത കാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും. പിതാവിന്റെ രോഗദുഃഖം വർദ്ധിച്ചേക്കാം. ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഈ സമയം സാധ്യതയുണ്ട്. ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകും. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് അപരിചിതർക്ക്. ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ മേടം 10 കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്.